റാങ്ക് കഥകൾ ഒരു തുടർക്കഥയായി വരികയാണ് നമ്മുടെ സൈലത്തിൽ. ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ പാലക്കാട് സൈലത്തിന്റെ ക്യാമ്പസിലാണുള്ളത്. എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ല ലബോറട്ടറി അസിസ്റ്റന്റ് ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുള്ള ദൃശ്യയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ദൃശ്യ, വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ശരിക്കും ഒരു റാങ്ക് മാത്രമല്ല കേട്ടോ, ആ കഥ നമുക്ക് ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അതിനേക്കാളും മധുരമുള്ള കാര്യമാണ് ഇനി കുറച്ച് കാര്യങ്ങൾ ദൃശ്യക്ക് നമ്മളോട് പറയാനുള്ളത്. അപ്പോൾ ദൃശ്യ, അങ്ങനെ ഒടുവിൽ കുറേ കാലത്തെ കഷ്ടപ്പാടുകളുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് വലിയ സ്ട്രഗിൾ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫസ്റ്റ് റാങ്ക് നേടി, അപ്പോൾ ഈ ഒരു നിമിഷം നമ്മൾ പഠിച്ച ക്യാമ്പസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ എന്താ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര റാങ്ക് കിട്ടുന്നത്. ഇത് ആദ്യമായിട്ട് ഉള്ളൊരു സപ്ലിയിൽ പോലും വരാണ്ട് ആദ്യമായിട്ടാണ് ഒരു ലിസ്റ്റിൽ വരുന്നത്. അത് ഫ്രണ്ടിൽ തന്നെ വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇവിടെ വരുമ്പോൾ ലബോറട്ടറി അസിസ്റ്റന്റ് ഫസ്റ്റ് റാങ്കുകാര് ഇന്റർവ്യൂ ചെയ്യാനായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞു ഇത് മാത്രമല്ല ഒരു റാങ്ക്, വേറെ ഒരു റാങ്കും കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് അറിഞ്ഞു അല്ലെ. LDC 5th റാങ്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേണിലുള്ളായിരുന്ന എഴുതിയ പരീക്ഷകളിലെല്ലാം തന്നെ അത്യാവശ്യം ബെറ്റർ റാങ്ക്. കാരണം ലബോറട്ടറി അസിസ്റ്റന്റ് ഫസ്റ്റ് റാങ്ക്, LDC 5th റാങ്കുകാരി കൂടിയാണ് നമ്മളുടെ ദൃശ്യ. അപ്പോ പഠനകാലം കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ രീതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ അടക്കം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. 10th ലെവലിനാണെങ്കിലും 12th ലെവലിനാണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു പഠന രീതികളൊക്കെ കൊണ്ടുപോയത്? പഠിക്കുമ്പോൾ നേരത്തെ പഠിക്കുകയാണെങ്കിൽ എക്സാം എഴുതുകയാണെങ്കിൽ നല്ല നെഗറ്റീവ് വരും, ഒരുപാട് നെഗറ്റീവ്സ് വരുമായിരുന്നു. പിന്നെ സാർ മൻസൂർ സാറിൻ്റെ കോഡും ഇതൊക്കെ കാണുമ്പോഴേ അപ്പോഴാണ് മനസ്സിലാവുമോ ഇങ്ങനെ ഇതിനെ ലിങ്ക് ചെയ്യാം എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. പിന്നെ മുഴുവനും ആ ലിങ്ക് ചെയ്തിട്ട് ഞാൻ എൻ്റേതായ ഒരു കണക്ഷൻ കൊടുത്തിട്ട് ഏത് വർഷം പോലും ഒരു ലിങ്ക് വെച്ചിട്ടാണ് നോക്കുക. പിന്നെ അത് തെറ്റില്ല. അപ്പം അങ്ങനെ നെഗറ്റീവ് ഒരുപാട് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് നോട്ട് മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? സബ്ജക്ട് വൈസ് ആയിട്ട് തന്നെയായിരുന്നു നോട്ട്? സൈലത്തിന്റെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ അതില് ആ പറയുന്ന ആ സമയത്ത് തന്നെ കൂടെ നോട്ടും എഴുതിയെടുക്കും. എല്ലാ കറക്റ്റ് നോട്ട് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ആ ക്ലാസ് വരുമ്പോ വീണ്ടും ഈ എഴുതിയ നോട്ട് റിവിഷൻ ചെയ്തിട്ടാണ് അടുത്ത ക്ലാസ്സിൽ എഴുതിക്കുക. ഒരു ലൈവ് ക്ലാസ് മിസ് ചെയ്തിട്ടില്ല, മാക്സിമം കണ്ടിന്യൂ ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം, റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോ ഒരുവിധം നമ്മുടെ കുറേ കഥകളുണ്ട്, നമ്മുടെ സൈലത്തിലെ റാങ്ക് കഥ. അപ്പൊ എല്ലാ കുട്ടികളും റാങ്ക് നന്നായി വാങ്ങിയവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, റെഗുലറായി ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു എന്നുള്ളത്. റെഗുലറായി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നന്നായി നോട്ട് എഴുതുക എന്നുള്ളത് അപ്പോൾ ഒരു മെയിൻ കാര്യമാണ് നമുക്ക് റാങ്ക് വാങ്ങുക എന്നുള്ളത്. ഇനി സർക്കാർ ഉദ്യോഗത്തിലേക്ക് വന്നു, ഈ വരുന്നൊരു കാലയളവുണ്ട്, അതായത് ഒരു ജോലി കിട്ടി വരുന്നവരുള്ളൊരു കാലയളവ്. ഈ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ഉള്ളൊരു സമയമാണ്. കുറേയധികം പ്രശ്നം എന്ന് വെച്ചാൽ നെഗറ്റിവിറ്റിയാണ്. സർക്കാർ ജോലിക്ക് പോകണ്ട, പിൻവാതിൽ നിയമനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു? ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ കൂടെ ആദ്യം ചോദിക്കുക എന്താ ചെയ്യണേ ചോദിക്കുക. അപ്പൊ PSC പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ PSC ആണോ അതൊരു വില ഉണ്ടാവില്ല. പക്ഷെ ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അതുവരെ നമ്മളെ മുന്നോട്ട് വലിച്ചോണ്ട് പോകണ്ട, പോയിട്ട് കിട്ടിയിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ദിശയോട് സംസാരിച്ച ദിശ പഠിക്കുന്ന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമുണ്ട്, എനിക്ക് വീട്ടിൽ ഇത്ര കാര്യങ്ങളുണ്ട്, എനിക്ക് അത് ഇങ്ങനെ ചെയ്യാനുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് പഠിത്തം കൊണ്ടുപോകും. പക്ഷെ ഇതിനെയൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ദിശ. അപ്പൊ അത് ദിശ തന്നെ പറഞ്ഞോളൂ. ആ ഒരു പഠനകാലം, കുട്ടി, കുടുംബം, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ? പ്രശ്നങ്ങളല്ല, അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിനിടയിൽ പറയൂ അതിന്റെ ഒരു കാര്യങ്ങൾ. ഇത് ഞാൻ പഠിച്ചിട്ട് മൂന്നാമത്തെ LD ആണ്. ഫസ്റ്റ് LDക്ക് മോൾക്ക് 42 ദിവസം, രണ്ടാമത്തെ LDക്ക് മോന് 12 ദിവസം. ഇനിയാണ് ഈ മൂന്നാമത്തെ LD ആണ് കിട്ടിയത്. അപ്പൊ ഇതിലിപ്പോ എന്താണ് എപ്പോഴും എക്സാമിന് പോകുമ്പോ അച്ഛമ്മ ചോദിക്കും എവിടേക്കാ പോണത് പറഞ്ഞ എക്സാം ആണ് പറഞ്ഞ ഇത് എത്ര എഴുതും, ഇനി എത്ര വർഷം എഴുതാം എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒന്നും വണ്ടിയിൽ വെച്ചിരിക്കും, വേറെ മറുപടി ഒന്നും പറയും. കുഞ്ഞാമനെ വെച്ചിട്ടുള്ള പഠിത്തമൊക്കെ എങ്ങനെയായിരുന്നു? കാര്യം അവരെപ്പോഴും ഉണരും, അവർക്ക് ഫുഡ് കൊടുക്കണം അല്ലെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു അപ്പൊ പഠനങ്ങൾ ക്രമീകരിച്ചിരുന്നത്? അല്ലെ, അച്ഛനും അമ്മയും നല്ല ഹെൽപ്പായിരുന്നു. മോന് നന്നായിട്ട് നോക്കുമായിരുന്നു. മോളെയും അച്ഛനും അമ്മ തന്നെയാണ് കൂടുതലും നോക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാരും എപ്പോഴും പറയുന്നൊരു പ്രശ്നമാണ് കുട്ടിയുണ്ട്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പ്രശ്നമുണ്ട്, അങ്ങനെ. പക്ഷെ നമുക്കൊരു ആവശ്യം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അല്ലേ? ഒരുപാട് നേരത്തെ എണീക്കും. ഒരു 2 വർഷം അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ എണീറ്റ് പഠിക്കുക. അപ്പൊ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും.
ഏകദേശം ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 7 അല്ല പോട്ടെ, നമ്മുടെ പഠന സമയം എന്ന് പറഞ്ഞൊരു 7-8 മാസം നമ്മൾ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 60 വയസ്സ് വരെയുള്ള കാര്യത്തിന് വല്ല ഒരു മനസമാധാനമുള്ള ഒരു ജീവിതം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇനിയിപ്പോ വേറെ എക്സാമുകൾക്കോ കാര്യങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ ഇനി പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞ ഒരു ഡിഗ്രി ഇത് കിട്ടണം എന്ന് വാങ്ങിക്കണം എന്നുണ്ട്. ഡിഗ്രി ലെവല്. ഡിഗ്രി. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സൈലത്തിനോടൊപ്പം ഉണ്ട് ഇപ്പോഴും അല്ലെ? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബാച്ചിലുണ്ട്. എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ? ഇപ്പോ കൃത്യമായിട്ട് പഠിച്ച് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? ഡിഗ്രി ലെവലാകുമ്പോൾ ഇതുപോലെ അല്ലല്ലോ, കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലാണ് ക്ലാസ്സുകൾ അല്ലെ? എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ? നല്ല ക്ലാസ് ആണ്. ഞാൻ ഓൾറെഡി നോട്ടൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇപ്പൊ ഡിഗ്രി ലെവലിൽ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് മാത്രം അവിടെ എഴുതി വെക്കും. അപ്പൊ 10th 12th ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിഗ്രി ലെവലിന് അല്ലെ നമുക്കൊരു ഫർദർ ലേണിംഗ് നടത്തുന്നതിൽ ഒരു പ്രശ്നവും. ഡിഗ്രി ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10th +2 ആണെങ്കിലും കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇനി തയ്യാറെടുക്കുന്ന കുട്ടികൾ അല്ലെ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സൈലത്തിൽ നമ്മുടെ ഫാമിലിയിൽ ഇനിയുണ്ടല്ലോ അല്ലെ, ദൃശ്യയുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ഇടയിൽ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. ഇടയിലൊരു ഡൈവേഷൻ ഇല്ലാണ്ട് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം കിട്ടും. അപ്പോ എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു പഠിത്തം കാര്യങ്ങളൊക്കെ? അങ്ങനെ ടൈം പറയാൻ പറ്റില്ല, കിട്ടുന്ന സമയം മുഴുവനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രിഫറൻസിന് പഠനത്തിന് കൊടുത്തിട്ട് പിന്നെയാണ് സെക്കൻഡ് പ്രിഫറൻസ് ആണ് മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുക. ഒരു ഫംഗ്ഷനും അങ്ങനെയൊന്നും പോവാറില്ല, മാക്സിമം ഒഴിവാക്കും ഈ സമയത്ത്. പിന്നെ അവിടെ പോയി ചോദിക്കും എന്ത് ചെയ്യണെന്ന് പറഞ്ഞാൽ നമുക്കും ഒരു പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. ജോലി ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്, സത്യമാണ്, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്, ഞാൻ ഫോക്കസ് ചെയ്ത് ഇതായിരുന്നു, എന്റെ സ്ട്രോങ് പോയിന്റ് ഇതായിരുന്നു, അത് ഏതായിരുന്നു? ഏതൊക്കെ സബ്ജക്ട്? തീർച്ചയായിട്ടും കറണ്ട് അഫെയർ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രാക്ടീസ് എങ്ങനെയാ ചെയ്തോണ്ടിരുന്നത്? ഞാനിത് ഫുൾ സൈലത്തിന്റെ ക്ലാസ് മാത്രം. ഫാരിസ് സാറ് നല്ല ഹെൽപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ആദ്യമായിട്ടാണ് ഒന്ന് ഉറക്കം വരാതെ ഇരുന്ന് പഠിച്ചിട്ടുള്ളത് സാറിന്റെ ക്ലാസ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, അതേപോലെ അത് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ വേറെ ക്ലാസ്സാണ് നമുക്ക് ഉറക്കം വരും, ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനോട് ഉറക്കം വരും. അപ്പൊ ഇതാവുമ്പോ സാറുടെ ഇതാവുമ്പോ നമുക്ക് ഉറക്കേ വരില്ല. അപ്പൊ അത് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. സൈലത്തിന്റെ തന്നെ മന്ത്ലി അവര് ടെസ്റ്റ് നടത്തണ്ടായിരുന്നു. അപ്പൊ അതില് റാങ്കും അറിയാൻ പറ്റും കൃത്യമായിട്ട്. PSCയുടെ സമയത്ത് തന്നെ അതില് നടത്തുമായിരുന്നു. അപ്പൊ ആ ടൈമിൽ കയറി കഴിഞ്ഞാൽ ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റാങ്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എത്ര പുറകിലാണ് റാങ്ക്, നമ്മുടെ മുമ്പിൽ എത്ര പേര്, അത്രയധികം കുട്ടികൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു എന്താണ് ഒരു കറക്റ്റ് പരിശോധന നടത്താനും പറ്റും, ഇത്രയും പേര് അല്ലേ ഉണ്ടായതുകൊണ്ട്. ആദ്യം ടെസ്റ്റ് എഴുതുമ്പോൾ ഒരു 300 റാങ്ക്, പിന്നെ അത് 200 റാങ്ക് ആയത്, പിന്നെ അത് 100ന്റെ ഉള്ളിലേക്ക് എത്തി. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു 50ന്റെ ഉള്ളിലേക്ക് എത്തിക്കണം എന്ന്. പലപ്പോഴും ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു അല്ലേ, എനിക്ക് ഇന്ന റാങ്കിനുള്ളിൽ എത്തിക്കണം, എനിക്ക് ഇന്ന വേഗം വരുത്തണം എന്നുള്ളത് അല്ലേ. നമുക്ക് റാങ്ക് കൂടുതൽ മേലോട്ട് കാണാൻ വലിയൊരു സന്തോഷം. അപ്പം ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു LDC പരീക്ഷ എഴുതിയിട്ട് ഞാൻ വന്നുവെങ്കിലും എനിക്ക് LDCയുടെ റാങ്ക് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയില്ല, പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചില്ല. പിന്നെ നമ്മൾ കൂടുതൽ ടെൻഷനാവും, കിട്ടുമോ ഇല്ലയോ പറഞ്ഞു. പിന്നെ അത് പിന്നീടുള്ള പഠനത്തിനെ അത് ബാധിക്കും. അപ്പൊ അത് കഴിഞ്ഞു, പിന്നെ അടുത്ത നെക്സ്റ്റ് ഉള്ള പ്രിപ്പറേഷൻ. അത് അടിപൊളിപ്പോയി കേട്ടോ. ഒരു പരീക്ഷ എഴുതി, അതിപ്പോ എല്ലാവരുടെയും ഇപ്പൊ നമ്മുടെ ഏത് ബാച്ചിന്റെയും പ്രശ്നം അതാ, പരീക്ഷ എഴുതി ചില സമയത്ത് പരീക്ഷകൾ പാടാവാറുണ്ട്, അപ്പോഴത്തേക്കും പോയി എനിക്ക് ഇനിയിപ്പോ എന്നെ ഒന്നും പറ്റില്ല, ഞാൻ നിർത്തുവാണ് എന്ന് പറയുന്നവരാണ് അധികം ഉള്ളത്. അപ്പൊ അവര് കേട്ടിരിക്കേണ്ട പോയിന്റ് ആണ്, അവിടെ നിർത്തുകയല്ല വേണ്ടത്, അത് അവിടെ കഴിഞ്ഞു, നമ്മൾ അടുത്ത ഒരു പ്രയാണം തുടങ്ങുക എന്നുള്ളതാണ് അല്ലെ. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടോ ദിശ. എന്തായാലും ദിശ, ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നല്ല രീതിയിൽ മുന്നോട്ടുള്ള ജീവിതം അടിപൊളിയാകട്ടെ. താങ്ക് യു സർ.